4-ാം അധ്യായം 3-ാം തിരുവചനം യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ചോദിക്കുന്ന ആവശ്യങ്ങൾ നമ്മുടെ ദുരാശകളിൽ നിന്നും നമ്മുടെ അമിതമായ ആഗ്രഹങ്ങളിൽ നിന്നായതുകൊണ്ടാണ് പലതും പൂർത്തീകരിക്കാതെ പോകുന്നത് എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് വിധേയപ്പെട്ടതോ ദൈവിക ഇഷ്ടങ്ങളെ നിലനിർത്തിയിട്ടോ ഉള്ള ചോദ്യങ്ങളായിരിക്കില്ല മനുഷ്യൻ പലപ്പോഴും ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന കാര്യം നടത്തി തരിക എന്നുള്ള നിർബന്ധ ബുദ്ധി പിടിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. അത് ദൈവത്തിന്റെ ഇഷ്ടമാണോ ആഗ്രഹമാണോ എന്നുള്ള തിരിച്ചറിവ് നേടിക്കൊണ്ട് ചോദിക്കാൻ നമ്മൾ ഒരിക്കലും തുനിയാറില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വീഴ്ച. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മളിത് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സത്യം കൂടെയുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യകർത്താവായി ദൈവത്തിന് മുമ്പിൽ എപ്പോഴും എത്തപ്പെടുന്ന ആവശ്യങ്ങളുടെ ഒരു വ്യക്തി മാത്രമായിട്ട്? കാരണം നമ്മുടേതായ നല്ല കാലങ്ങളിൽ ദൈവത്തിന്റെ വഴികൾ എന്തെല്ലാം നമ്മളിൽ തുറന്നു തന്നാലും, ഏതെല്ലാം വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ട വഴികളിലേക്ക് നമ്മളെ ദൈവം മാടി വിളിച്ചാലും നമ്മൾ ഒരിക്കൽ പോലും ദൈവിക പദ്ധതിയുടെ പുറകെ പോകാറില്ല. നമ്മൾ എപ്പോഴും മാനുഷിക പദ്ധതിയുടെയും ലോകത്തിന്റെ പദ്ധതികളുടെയും പുറകെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ എപ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ചെല്ലുന്നത്? നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ, നിത്യേനയുള്ള യാത്രകളിലൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ക്ലേശങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ തേടി പോകുന്നത്. ആ പ്രവണത മനുഷ്യൻ നിർത്തിക്കൊണ്ട് അവന് നല്ല ആരോഗ്യവും നല്ല സന്തോഷവും നല്ല സമാധാനവും നല്ല സമ്പദ് വ്യവസ്ഥയും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നതാണ് എപ്പോഴും ദൈവികമായ സ്നേഹത്തിന്റെ ആ ആഴം നമുക്ക് ശരിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാലഘട്ടം. അങ്ങനെ കറക്റ്റായി ദൈവിക പദ്ധതിയിലേക്ക് ആശ്രയം വെച്ചുകൊണ്ട് എല്ലാം ഉള്ള സമയങ്ങളിൽ, എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ ചെറിയ ചെറിയ വീഴ്ചകളും ചെറിയ ചെറിയ ആട്ടങ്ങളും ചാഞ്ചാട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനെയൊക്കെ ദൈവികമായ സന്തോഷത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് ഇത്ര വലിയ ഉള്ളൂ, എന്നെക്കാളും വേദനിക്കുന്ന എത്ര മനുഷ്യരുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ രോഗാവസ്ഥയിലേ ഉള്ളൂ, ഇതിലും വലിയ മാരകമായ രോഗത്തിൽ കിടക്കുന്ന എത്രയോ വ്യക്തികളുണ്ട് എന്നുള്ള ധാരണയോടുകൂടി അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി നമ്മുടെ ചെറിയ രോഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സമർപ്പിച്ചുകൊണ്ട് എന്നാൽ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ സന്തോഷപൂർണ്ണമായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ പൂർണ്ണനായി നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ പദ്ധതികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് ദൈവിക പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എപ്പോഴും ദൈവത്തിന്റെ സ്നേഹത്തിൽ അലങ്കൃതനായിരിക്കും. അവൻ ദൈവത്തിൽ ആശ്രയമൂന്നി ജീവിക്കുന്നവനായിരിക്കും. അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എന്ത് പ്രതിസന്ധികൾ വരുന്നു എന്ന് പറഞ്ഞാലും അവൻ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അതിനെ തടുത്തു നിർത്തും. കാരണം അവൻ ഭയപ്പെടില്ല, പതറില്ല, പേടിക്കില്ല. പക്ഷേ ആ സമയത്തും അവന് ഭയപ്പാടും പേടിയിലും എല്ലാം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉരുത്തിരിയും. കാരണം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഓരോ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഭൂമിയിൽ.